ഞാൻ അങ്ങനെ ഇന്ന് പീസ്ഫുള്ളി സൺസെറ്റൊക്കെ കണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ദയ്യവ ഇതിൻ്റെ ഇടയിൽ കയറി വന്നു വീഡിയോയുടെ ഇടയിൽ. പിന്നെ ഞാൻ അവനെ കിട്ടാത്ത രീതിക്കൊക്കെ എടുക്കാൻ നോക്കി. കുറച്ചേരം ഇങ്ങനെ അവൻ പോയി കേട്ടോ. എങ്ങനെയോ അവൻ എൻ്റെ ഉള്ളിലിരിപ്പോൾ അവൻ എങ്ങനെയോ അറിഞ്ഞു അവൻ പോയി പാവം. അങ്ങനെ ഞാൻ അവിടെ സൺസെറ്റൊക്കെ നോക്കി നിന്നപ്പോഴാണ് ഈ ഒരു കപ്പിളിനെ കണ്ടത്. എൻ്റെ പൊന്നേ, ഇവർ ഈ പ്രായത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇവർ ആയ കാലത്ത് എങ്ങനെ ആയിരുന്നായിരിക്കും എന്നാണ് ഞാൻ ആലോചിച്ചത്. അതായത് ഇവർ ഇത്രയും പ്രായമായിട്ട് ഇവർ ഭയങ്കര ഡാൻസിങ്ങും വൈബിങ്ങും ഒക്കെ. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു നല്ല പ്രായത്തിൽ ഇവർ എങ്ങനെ നടന്ന കപ്പിളായിരിക്കും. പക്ഷെ അവർ ഐ തിങ്ക് നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പിന്നെ ഞാനാണെങ്കിൽ അവിടെ നിന്നപ്പോൾ എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എടുത്ത് തരുമെന്ന് വെച്ച് ഞാൻ പിന്നെ അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുത്തു. പിന്നെ ഒരു കപ്പിൾ വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുത്തു. ഞാനവിടെ മറ്റേ പഴം വിഴുങ്ങി കണക്ക് നിൽക്കുകയാണല്ലോ ഒറ്റയ്ക്ക്. ഞാൻ ഇന്ന് ബീച്ചിൽ പോകാനായിട്ടൊരു കാരണമുണ്ട് കേട്ടോ. കാരണം എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ഡിസിഷൻ എനിക്ക് എടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ബീച്ചിൽ പോയി സമാധാനത്തോടെ ഇരുന്ന് ആലോചിച്ച് ഞാൻ ലൈക്ക് ആ ഒരു ഹാർഡ് ഡിസിഷൻ ഞാൻ എടുത്തു. റിസ്ക് ആണ് കുറച്ച്, സക്സസ് ആയാൽ ഓക്കെ ഫൈൻ. അത് പറയാൻ വേണ്ടി ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞിട്ട് വിശക്കണ്, കഴക്കൂട്ടത്തൊരു കഫേ ഉണ്ട് അവിടെ പോയി കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ പിന്നെ പെട്രോളും അടിച്ച് വണ്ടിയിൽ എയർ കുറവായിരുന്നു, അങ്ങനെ എയറും അടിച്ചിട്ട് നേരെ വഴി തെറ്റി നേരെ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുകയാണ്. ഈ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ഭയങ്കര ഒരു ഹൊറർ ഫീലായിരുന്നു കേട്ടോ. അവിടെ നിന്നിട്ട് എനിക്കാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയയിലോട്ടൊക്കെ നൈറ്റ് പോകണത്. പക്ഷേ ഈ ഒരു റോഡ് കാണാൻ എനിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ല വഴി തെറ്റിയെന്ന്. അതാണ് ഞാനിങ്ങനെ തുള്ളി നിൽക്കണത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവനെ വിളിച്ചപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വലിഞ്ഞേറേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. ഞാനൊരു ബംഗാളിയുടെ അടുത്ത് ചോദിച്ച് കഴക്കൂട്ടത്ത് പോകണ വഴി. അപ്പോൾ അവൻ പറഞ്ഞ് നേരെ പോയാൽ മതി എന്ന്. അങ്ങനെ ഞാൻ നേരെ പോയി എമ്മൂറ്റി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ടായി. എമ്മൂറ്റി ചാക്കയിൽ അവിടെ ഇല്ലേ വരുന്നത്. അപ്പോൾ അവനെ അവിടെ നിന്ന് പിക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ അവനെ വിളിച്ചു വെച്ചപ്പോൾ അവൻ പറഞ്ഞ് അവൻ താഴെ നിൽപ്പുണ്ടെന്ന്. എനിക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് നിന്നിട്ട് താഴെ അവൻ നിൽക്കുന്ന കാണുകയും ചെയ്യായിരുന്നു. ഞാൻ എന്നിട്ട് ഈ വൺ വേയിൽ കൂടെ തിരിച്ചു പോയാലെന്നൊക്കെയാണ് ഇരുന്ന് ആലോചിക്കുന്നത്. അപ്പോഴത്തേക്ക് അവൻ ബാഹുബലി മല കയറി വരണ പോലെ റിസ്ക് എടുത്ത് കയറി വന്ന് വല്ല വണ്ടിയും തട്ടേ മുട്ടേ വല്ലതും ചെയ്തിരുന്നെങ്കിൽ അവനും കിട്ടിയേനെ എനിക്കും കിട്ടിയേനെ. അപ്പം ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായിട്ട് എൻ്റെ മുഖത്തൊരു തെളിച്ചം വന്നത്. ഇപ്പോഴാണ് എനിക്ക് ഇത്ര നേരം ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. ആ ബംഗാളിയുടെ അടുത്ത് നേരത്താണാവോ വഴി ചോദിക്കാൻ തോന്നിയത്. അങ്ങനെ നമ്മൾ ഈ കഫേയിലെത്തി. ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയായിരുന്നു. പോയി കയറിയപ്പോൾ തന്നെ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ സ്ക്രീനിൽ നല്ല ആംബിയൻസ് ആയിരുന്നു, ഭയങ്കര പീസ്ഫുൾ ആംബിയൻസ്. പിന്നെ നമ്മൾ മെനു കാർഡൊക്കെ നോക്കി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഈ ഒരു ഡ്രാഗൺ ചിക്കൻ എൻ്റെ പൊന്നേ പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇങ്ങനെ മെൽറ്റായി പോവായിരുന്നു. ഓരോ ബൈറ്റ് കഴിക്കുമ്പോഴും എൻ്റെ വായിൽ നിന്ന് ഇപ്പോൾ വെള്ളം വരണം, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു അത്. പിന്നെ അവിടെ ഇങ്ങനെ പാട്ടിട്ടേക്കുമായിരുന്നല്ലോ. അപ്പോഴത്തേക്കും ഞാനൊരു സൈഡിൽ കൂടെ പോയിട്ടൊരു പാട്ടിടുമെന്ന് വെച്ചിട്ട് ഞാനൊരു പാട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരത് പ്ലേ ചെയ്തു തന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പോയ വഴിക്ക് ഇങ്ങനെ അവിടെ താങ്ക് യു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെ കസ്റ്റമർ സർവീസാണ്. നമ്മളൊരു ബ്രദറിൻ്റെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും അതുപോലായിരുന്നു. അപ്പോൾ എനിവേസ് അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.